Hi friends, Assalamu alaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മത്തി പൊളിച്ചതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇത് മത്തി പൊരിക്കുന്നൊന്നുമില്ല ട്ടോ. മൺചട്ടിയിലാണ് നമ്മൾ ഇത് പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വരഞ്ഞെടുക്കുന്നില്ല. ചെറിയ മത്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത് വരഞ്ഞെടുക്കുന്നില്ല. വലിയ മത്തിയൊക്കെ ആണെങ്കിൽ ഒന്നിങ്ങനെ വരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു അരവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 25 എണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കൈപ്പിടി വരുന്ന ഒരു കൈപ്പിടി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 12 വെളുത്തുള്ളിയും ഇത്രയും വലിപ്പമുള്ളൊരു ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലേശം കറിവേപ്പിലയും വേണം. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അത്രയും വലിയ പീസ് ഇഞ്ചി എൻ്റെ ഈ മിക്സിയിലൊന്ന് അരഞ്ഞു കിട്ടാൻ പണിയാണ്. പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട. ചെറുള്ളിയൊക്കെ അരഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നോക്കാം, ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ്. നമുക്ക് പുളി എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഒരല്പം പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. കുടംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളി ഇതിലേക്കൊന്ന് കൈകൊണ്ട് പിച്ച് കീറി ചെറുതാക്കി ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എത്ര പുളി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് കപ്പയ്ക്കൊപ്പം കഞ്ഞിക്കൊപ്പം ചോറിൻ്റെ ഒപ്പം ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് ഞെരടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ മത്തിയിലേക്ക് ഇത് നമുക്ക് അരവ് തേച്ച് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുകൊണ്ട് കേട്ടോ. നമ്മുടെ ഈ കൈയൊന്ന് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളിയുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ മത്തിയിലേക്ക് ഈ അരവ് മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ നമ്മൾ അരവ് തേച്ചതിന് ശേഷം നമ്മളിതൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ മത്തിയിലേക്ക് ഈ അരവൊക്കെ പിടിച്ച് ഈ പുളിയും എല്ലാം പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ കൂടെ അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കി എടുക്കാം. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതേപോലെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഈ മൺചട്ടിയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വരുന്ന വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ വാഴയിലയുടെ നമ്മൾ അടിഭാഗത്തെ തണ്ടില്ലേ, അതൊന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു വാഴയില വെച്ച് കൊടുക്കുകയാണ്. കീറിപ്പോയാലും കുഴപ്പമില്ല. ഇനി നമ്മളിതിലേക്ക് ഈ ഒരു വാഴയിലയിലാണ് നമ്മൾ മീൻ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ആ വാഴയിലയുടെ പുറത്തേക്ക് ഈ വാഴയില വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അരവ് തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് അരവൊക്കെ ആദ്യം ഒന്ന് നിരത്തി കൊടുക്കുക. ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഈ അരവൊക്കെ ഒന്ന് മീനിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള അരവ് കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് റെഡിയാക്കി കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു തക്കാളി ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. വെള്ളം ഇപ്പോൾ അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വാഴയിലേക്ക് ഒന്ന് വാടി ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അടച്ച് വെക്കുന്നത് ഇതേപോലൊരു വാഴയില കൊണ്ടാണ് അടച്ച് വെക്കുന്നത്. അപ്പോൾ വാഴയില കൊണ്ട് അടച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു ലിഡ് എടുത്ത് വയ്ക്കാം. ഏതെങ്കിലും ഒരു അടപ്പെടുത്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ അതാ ആവിയൊന്നും പുറത്തേക്ക് പോകാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്നാലും ഇതിൻ്റെ അടിയും മുകളൊക്കെ നമുക്കിത് ആവി കയറിയിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, വാഴയിലേക്ക് നന്നായിട്ടിത് ചൂടായി ചെറുതായി വന്നിട്ടുണ്ട്. കണ്ടോ, അതെ, നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയേക്കാം. നന്നായിട്ട് റെഡി ആയി വന്നിട്ട് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. തക്കാളിയൊക്കെ ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇതിൻ്റെ അടിയിലൊഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, വാഴയില കുറച്ച് കീറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ആവി പറക്കുന്ന നല്ല അടിപൊളി മണമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അടിപൊളി, നല്ല ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.